ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ജനപ്രിയ നായകൻ്റെ 150ാമത്തെ ഫിലിം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വെക്കേഷൻ ഫീൽ ഗുഡ് സാധനം. ഈ കാലഘട്ടത്തിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്തൊരു മൂവി. കാരണം ഈ കാലഘട്ടത്തിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നുള്ളൊരു ഫിലിം. കുറേ കാലം ദിലീപ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ പേര് ട്രോൾ ഉണ്ടായിരുന്നൊരു കേസാണ്. ഇത്ര കാലം കഴിഞ്ഞ് ഈ പുതിയ ജനറേഷൻ്റെ അപ്ഡേഷൻസ് ഒരു സിനിമ വരുന്നില്ല. എനിക്ക് തോന്നുന്നു രാംലീല അങ്ങനതുപോലെ കുറച്ച് പടം കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഫ്ലോപ്പായിരുന്നു ഒരു സമയത്ത്. നമുക്കറിയാം ദിലീപിന്റെ കാര്യം, നമുക്ക് എന്തായാലും തിരിച്ചു വരും. കാരണം നമ്മൾ മോഹൻലാൽ അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞ പോലെ ഒറ്റ സിനിമ മതി കയ്യടി മാറാത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ നമ്മൾ കാണുമ്പോൾ ഒരു പക്ക ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഒന്നാമത് ഈ വെക്കേഷൻ സമയത്ത് ആ ഒരു ഇപ്പത്തെ ഒരു പടങ്ങളെല്ലാം ഒരു ഫാമിലി ബേസ്ഡ് മൂവീസ് ആ ഒരു കറക്റ്റ് ടൈമിൽ അത് റിലീസ് ചെയ്ത് കറക്റ്റ് വെക്കേഷനില് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവി സിനിമയാണ്. പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പടം എടുക്കുന്ന സമയത്ത് നമുക്ക് ആള് വെറുതെ പോയിട്ടൊന്നും കൈവച്ച് കൊടുക്കാറില്ല. പിന്നെ ദിലീപ്, പിന്നെ ബിൻഡോ സ്റ്റീഫനാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ള ആള്, അനീനാണ്. പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം ഹാരിസ്. നല്ല ടീമാണ്, എക്സ്പീരിയൻസ്ഡ് ടീമാണ്. ടെക്നിക്കലി ആയാലും കാര്യങ്ങളായാലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ദിലീപ് ഏട്ടനെ നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ആളുടെ ചമ്മലും ആളുടേതായ കുറച്ച് സാധനങ്ങളുണ്ട്. ആളുടെ പണ്ടത്തെ കുറെ കേസസ് നമുക്ക് കുറെ കാലം കഴിഞ്ഞ് നമുക്ക് മടുക്കാതെ അതേ പഴയ ദിലീപേട്ടൻ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്നു. അത് നമുക്ക് തീരെ ബോറില്ല. ജനറേഷൻ ഗ്യാപ്പ് അങ്ങനത്തെ സംഭവം വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഈ പഴയ ഫിലിമിൽ സംസാരിക്കുന്ന സബ്ജക്റ്റ് ആയാലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സംഭവങ്ങളും യൂട്യൂബിലായാലും ഇപ്പൊ നമ്മുടെ പല വീടുകളിലൊക്കെ ഫാമിലിക്കായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ നാളെ വലിയൊരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങള്, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ അപ്ഡേറ്റ് കാര്യങ്ങള് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല പല കണ്ടന്റ്സുകൾ ഉണ്ടാക്കുക. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരെത്തുന്നു, ഒരു വീട്ടിൽ ഊണെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഈ പടത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പലരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. പല ഓൺലൈൻ മാധ്യമങ്ങൾ നമുക്കറിയാം കുറെ കാര്യങ്ങൾ വെറുതെ വന്ന് സംസാരിച്ച്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു യൂട്യൂബർ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതൊരു സ്ഥലത്ത് പോയിട്ടും ഒന്നെങ്കിൽ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് 2 ലക്ഷം പേര് കാണുന്ന ആൾക്കാരാണ്. അത് ഈ ഫിലിമില് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം നെഗറ്റീവ്സ് കമന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വ്യൂ കുറഞ്ഞ നാളത് കേൾക്കാൻ ട്രെൻഡിങ്ങിലൊക്കെ മെയിൻ ആയിട്ട് പറയും. കാരണം ഇതിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ താഴ്ത്താം, ഒരാളെ കയറ്റാം. പക്ഷെ ഈ കാണുന്ന ആൾക്കാർ ഒരു യൂട്യൂബർ പറയുന്നതാണോ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ അത് ഭയങ്കര ഒരു നേരത്തെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ എന്താണ് കേട്ടത്, നിങ്ങളാണോ പറഞ്ഞു ചോദിക്കുന്ന സംഭവം. ഞാൻ ഈ പറയുന്ന ഈ ഫിലിമിനെ കുറിച്ച് പറയുന്ന നിങ്ങൾ രണ്ടാള് പറയുന്ന കാര്യം ഞങ്ങളുടെ അഭിപ്രായമാണ്. പോയി പടം കണ്ട് നിങ്ങൾ തീരുമാനിക്കണം. നമ്മളെ പൊട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കാണുമ്പോ നല്ലതാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൈയടിക്കും ഇത് പറയും. അത് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടേത് മാത്രമാണെന്നുള്ള ഒരു വലിയൊരു സബ്ജക്റ്റ് പടത്തിൽ പറയുന്നു. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് കുറെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരെന്ത് പറഞ്ഞാലും കുറെ പേര് അതിന്റെ പിന്നാലെ നടക്കാനൊക്കെ ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഒരിക്കലും പോരുന്നെന്നെ പറയുന്നത്. അതിലിപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ന്യൂസ് ചാനൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ന്യൂസിൽ നമ്മളൊരാള് ഒരു ഫോട്ടോ വന്നു, ഇന്ന ആളാണ് ഇന്നൊരു സംഭവമാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും വിചാരിക്കുന്നത് ആ ആളെ ഭയങ്കരമായിട്ട് കുറ്റവാളിയായിട്ട് നിൽക്കുക. പക്ഷെ അത് ഒന്നുമില്ല. ജസ്റ്റ് അതിലൊരു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ചിലപ്പോ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അതുവരെ നിങ്ങൾ വിട്ടിട്ട് വലിയ സംഭവമാക്കും, അവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അടുത്ത ട്രെൻഡിങ് ആയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വേടന്റെ കേസൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങള്. സംഭവം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്തു, അത് അംഗീകരിച്ചു, പക്ഷെ അതിനും വേട്ടയാടുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വേടനതോടുകൂടി വൈറലാവുന്ന ഒന്നുകൂടി ആളുകളിലേക്ക് എത്തിച്ചു തന്നെ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മെയിൻ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോ ഒരു റഫറൻസ് ആയിരിക്കും ഈ പടം എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇതിലിപ്പോ നമുക്കൊരു കാര്യം പറയുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഇതുപോലെ ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഇതിൽ ആ ഒരു ടോപ്പിക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ന്യൂസ് ചാനലിൽ അതൊരു ചെറിയ പയ്യന്റെ ഒരു പീഡന കേസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ കുറെ കാലം കെടുന്ന്, എന്നിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങി. അവന്റെ ഭാഗത്തല്ല തെറ്റൊന്നും അല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് അത് കവർ ചെയ്യാൻ ഒരു ന്യൂസ് ചാനലിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതിന്റെ ഒരു സാധനം. അത് ശരിക്കും അതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്.
പറയുന്നത്. കാരണം നമ്മളൊരാളെ വിചാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം എന്നാണ് പറയുന്നത്. കറക്റ്റ്. അത് നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എന്താണോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോകാണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. നമ്മൾ ഈ ഫിലിമിന്റെ ഒപ്പീനിയൻ പറയുന്ന പോലെ തന്നെ. പിന്നെ ഇതിലെ പെർഫോമൻസുകൾ എടുത്തു പറയാനാട്ടോ എല്ലാവരും. സിദ്ദിഖ്, ബിന്ദു പണിക്കര്, ജാൻ ശ്രീനിവാസൻ, ഒരു ക്യാമിയോ റോള് വരുന്നുണ്ട് ചേച്ചി. സിദ്ദിഖും പിന്നെ എന്താ പറയാ ബിന്ദു പണിക്കറിന്റെ കോംബോ ഭയങ്കര നല്ല രസം പിടിച്ച കുറെ കോമഡികളുണ്ട്. അതിന് ദിലീപിന്റെ മുമ്പത്തെ ഒരു പടത്തില് അവരൊരു കോംബോ ഭയങ്കര വർക്കൗട്ട് ആയിരുന്നു. അത് ഇതിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കോമഡി ഉണ്ട്, ചിരിക്കാൻ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇട്ടിട്ട് കൊടുക്കുക. അത്യാവശ്യം ചിരിക്കാനുണ്ട്, ഇന്റർവെല്ലിന് ശേഷം അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പടത്തിൽ പറയുന്നത്. അത് നമ്മുടെ ഫാമിലി ലൈഫിലൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന വലിയൊരു സംഭവമാണ്. ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത ഇപ്പോഴത്തെ അപ്ഡേറ്റ് നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാരേജിന്റെ കാര്യം. നമ്മൾ ഡിലേ ആവുമല്ലോ, മാരേജ് ഡിലേ ആവുമ്പോ ആൾക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് കുറെ സീനിലൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മള് ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ക്യാമിയോ റോൾ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് റഷ്യയിലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ളേരെ പെർഫോമൻസ് ഒക്കെ കിടുവാണ് കേട്ടോ. രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പാർവതിയുടെ പെർഫോമൻസ്, ജോണി ആന്റണി, ഇതില് ഓൾ ടീം. പിന്നെ നല്ല രസമായിട്ട് ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്. കോട്ടയാണ് പടം മൊത്തം നടക്കുന്നത്. BGM ഒക്കെ നൈസാണ്. സിറ്റുവേഷൻ അനുസരിച്ചുള്ള BGM ഒക്കെ അടിപൊളിയായിട്ട്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു സംഭവം ദിലീപിന്റെ കോസ്റ്റ്യൂം, അവിടെ ഇടുന്ന ഷർട്ടുകൾ, അതുപോലെ ജോണി ആന്റണി കിടുവാണ്. മൊത്തത്തില് കംബാക്ക് തന്നെ പറയാം. ദിലീപേട്ടന്റെ കാലങ്ങൾക്ക് ശേഷം ഒരു കംബാക്ക് മൂവി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വലിയ നന്മയുള്ള മൂവി എന്ന് തന്നെ പറയാം. നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഈ പടത്തില് പറയുന്ന കാര്യം ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളത് എങ്ങനെ വേണേ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. ഇതിലൊരു കാര്യം പറയാനുണ്ട്. ഇതില് ക്യാമിയോയിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ പറയുന്നില്ല, കാരണം ക്യാമിയോയിൽ ഒരാൾ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം ഒരു ന്യൂസിലോ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ 4 വട്ടം 3 വട്ടം ആലോചിച്ചിട്ട് മാത്രം അത് ഷെയർ ചെയ്യാം. ഭയങ്കര സംഭവ സാധനമാണ് അത്. അതിനിടയ്ക്ക് ഒരു ഓൺലൈൻ മാധ്യമക്കാർ ചൊറിയുമ്പോ കൊടുക്കുന്ന സാധനമാണ്. ഗംഭീരാണ്. നമ്മള് എപ്പോഴും കാണുന്ന കാര്യം, എന്തെങ്കിലും ഒരു ന്യൂസ് കാണുമ്പോ തന്നെ ശരിയാന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഷെയർ ചെയ്യാം. അവരെ നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ ഇതാക്കും. അതൊരു നല്ലൊരു വലിയൊരു പോയിന്റ് ആണ്. കാരണം നമ്മളെപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ 10 വട്ടമെങ്കിലും ചിന്തിച്ച് അതില്, കാരണം നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അത് പറ്റുന്നത് ഏറ്റെടുക്കാനുണ്ടാവും. അതുകൊണ്ട് വലിയൊരു പോയിന്റും കൂടിയാണ്. അപ്പോ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട പടം ഒരു കംബാക്ക് തന്നെ പറയാം ദിലീപേട്ടന്റെ. ഓക്കെ, ബൈ.